ഈ ഒരു കൊടയുടെ താഴത്തെ തിരക്ക് നിങ്ങൾ നോക്കിയേ. പായസമായിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ കൊടയുടെ താഴെ വമ്പൻ തിരക്കാരി. പാത്രം കാലിയാക്കുമെന്ന് തോന്നുന്ന ആൾക്കാരല്ലേ? പിന്നെ കാലിയാക്കണം. ഹായ്, നമസ്കാരം. എന്നും ബിരിയാണി അല്ലേ, ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ ബോർഡറാണ്. ഇത് ചൂരനാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എൻ്റെ തൊട്ട് ബാഗിലത്തെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? ഒരു ചേച്ചിയുടെ പായസക്കടയാണ്. പലതരം പായസങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ആ ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ കൊടയുടെ താഴെ എനിക്ക് തോന്നുന്നു തിരക്കാൻ തോന്നുന്നു എപ്പോഴും. പായസം എല്ലാവർക്കും ആവശ്യം അല്ലേ? നമ്മള് ഏതൊക്കെ പായസം ചേച്ചി ചെയ്യുന്നേ? അടപ്രഥമനുണ്ട്, നോക്കിക്കേ, അടപ്രഥമൻ ഒന്ന് കാണിച്ചേ. അടപ്രഥമനുണ്ട്, സേമിയുണ്ട്, ഗോതമ്പിന്റെ ഉണ്ട്. എല്ലാം നല്ല ചൂടോടുകൂടിയാണ് കൊടുക്കുന്നത്. ചേച്ചി ഇപ്പൊ ഒരെണ്ണം എടുത്ത് കാണിക്കും. അതെടുക്കുന്നത് പാലടയാണ് അല്ലേ? പാലട പാക്ക് ചെയ്ത് വെക്കുക. ഈ പാക്ക് ചെയ്ത് വെക്കുന്ന ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. എങ്ങനെയുണ്ട്? എല്ലാരും വന്ന് മേടിക്കും. ഞാനിവിടെ വരുമ്പോ നല്ല തിരക്കായിരുന്നു. കൊടയുടെ താഴെ നല്ല തിരക്കായിരുന്നു. ഈ ഒരു പാലട പായസത്തിന് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നേ? ഇത് 140 രൂപ. അതിന്റെ കൂടെ ബോളി ഉണ്ടോ? ബോളി ഇതിന്റെ കൂടെ അല്ല, പ്രത്യേകം മേടിക്കണം. ബോളിക്ക് എത്ര രൂപ? അപ്പം ബോളിക്ക് 70 രൂപ. 70 രൂപ. ചേച്ചി ഈ ഇരിക്കുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേരെന്താ? പുതിയകാവ് ക്ഷേത്രം. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ചേച്ചി ഇരിക്കുന്നത് എല്ലാ ദിവസവും. കുട്ടായിയുടെ പായസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പായസം എന്ന് പറയുമ്പം ഗോതമ്പിന്റെ പായസം ഉണ്ട്, പാലടയുണ്ട്, അടപ്രഥമനുണ്ട്, സേമിയുണ്ട്. അടപ്രഥമനാണ്. ഓക്കെ, അടപ്രഥമനും ആ റേറ്റ് തന്നെയാണ്. ഓക്കെ. ചേച്ചി എല്ലാ ദിവസവും എത്ര മണിയാകുമ്പോൾ വരും ഇവിടെ? 11 മണിയാകുമ്പോൾ ഇവിടെ എത്തും. 11 മണിയാകുമ്പോൾ ഇവിടെ എത്തും. 2 പാത്രത്തിൽ പായസം ഉണ്ടാവും, ഗോതമ്പ് പായസം ഉണ്ടാവും, ബോളി എല്ലാം ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് പോകുമ്പോ എത്ര മണിയാവും? 5 മണി തീരുന്നതനുസരിച്ച് പോകും. ചിലപ്പോ 3 മണി തീരുന്നതനുസരിച്ച് പോകും അല്ലേ? ഓക്കെ. ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? എല്ലാരും വാങ്ങിച്ച് സഹായിക്കുന്നില്ലേ? എല്ലാരും വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, കഴിക്കാനായിട്ട് പോകും, ബോളിയായിട്ട് കഴിക്കും. പാഴ്സലായിട്ടാ കൂടുതലും എനിക്കൊന്ന് കൊണ്ടുപോകുന്നു തോന്നുന്നു. ഗ്ലാസ്സിൽ കൊടുക്കുന്നുണ്ടോ? ഗ്ലാസ്സിൽ 40 രൂപ. 40 രൂപ. എല്ലാ പായസവും 40 രൂപ കൊടുക്കുന്നത്? എല്ലാ പായസവും ഗ്ലാസ്സിൽ 40 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ കടല ഉണ്ടാക്കും. അപ്പൊ ഓരോ ദിവസവും വെറൈറ്റികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ചേച്ചിയെ കാണുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അപ്പം നാട്ടിൽ നല്ല താല്പര്യത്തോടു കൂടി പോകുന്ന ഒരു പായസം തന്നെയാണ്. എവിടെ ചെന്നാലും തിരക്കാണല്ലോടെ. ഇപ്പൊ ഇവിടെ ചേച്ചിയെ പരിചയപ്പെടാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി കൊണ്ട് ചവിട്ടി വീഡിയോ എടുക്കാൻ പറ്റാതായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരക്കായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ പായസം എന്ന് പറയുന്നത് അടപ്രഥമൻ, അതുപോലെ തന്നെ സേമിയ പായസമുണ്ട്, ഗോതമ്പിന്റെ പായസമുണ്ട്, പാലടയുണ്ട്. ഇതെന്ന് പറയുന്നത് പാലടയാണ് കേട്ടോ. അതുപോലെ തന്നെ ബോളിയും കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല വൃത്തിക്കാണ് ചേച്ചി ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു സ്ഥലം മനസ്സിലാക്കി വെക്കുക. ഇത് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ചൂരനാട് വടക്കെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പീടികയ്ക്കൽ പുതിയകാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ ഗേറ്റിൻ്റെ ആ ഒരു കാണിക്കയുടെ ചേർന്ന് തന്നെയാണ് ചേച്ചിയുടെ കച്ചവടം. അപ്പോൾ ഗ്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് 40 രൂപ. അതുപോലെ ടിന്നിലുണ്ട്. പലതരം പായസങ്ങൾ എൻ്റെ കയ്യിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് അടപ്രഥമനാണ്, ഇത് ഗോതമ്പിൻ്റെ പായസമാണ്. അങ്ങനെ ദൂരെ തന്നെ കണ്ട് സനി എന്നൊക്കെ വിളിച്ച് വരികയാണ്. ഗൾഫിലാണ്, നാട്ടിൽ വന്ന ലീവിന്. അപ്പോൾ പായസം കുടിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. മോൻ ഇപ്പം പായസം വേണമെന്ന് പറഞ്ഞു. എന്നാ കൊടുക്ക്. ഏതാ വേണ്ടത്? പ്രഥമൻ. എവിടെ? ഗൾഫിൽ എവിടെ വർക്ക് ചെയ്യുന്നത്? സന്തോഷം. കണ്ടതിൽ സ്ഥിരം വീഡിയോ കാണും. പിന്നെന്തോ വേണം? നമ്മളെ സ്ഥിരം ഫോളോവർ ആണ് കേട്ടോ. അതെ, നിങ്ങളെ ഈ സാധാരണക്കാരുടെ വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് നിങ്ങളോട് താല്പര്യം കൂടാ. സന്തോഷം. ഞാൻ പേയ്മെന്റ് ചെയ്യാം. ഞാൻ കൊടുത്തോളാം. ഞാൻ ഇതിന്റെ കൂടെ കൊടുത്തോളാം. പോയിക്കോ. അല്ല, ഒരെണ്ണം വേണം. ഞാൻ കൊടുത്തോളാം. പോയിക്കോ. അല്ല, അതൊന്നും കൊടുക്കട്ടെ. അത് കൊടുത്തോ, ഞാൻ കൊടുത്തോളാം. എന്നെ കണ്ടല്ലേ, സന്തോഷം. മധുരല്ലേ? ടപ്പേലൊന്നും വേണ്ടേ? ഇത് വേണ്ടേ? നാട്ടിൽ വരുമ്പോ ഇച്ചിരി മധുരം കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴും കുടിക്കും. ഇത് ശർക്കരയാ, കുഴപ്പമില്ല. ശരി, സന്തോഷം. സ്ഥലം മറന്നുകൊണ്ട അടിപൊളി പായസോടെ ഇരിക്കണ്ടേ. ഗോതമ്പ് പാക്കറ്റ് ഒന്ന് മതിയാ? മതി.